Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ള ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ടിങ് ടെക്നിക്സിനെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് നോക്കേണ്ടായി. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണിയുടെ രണ്ടാമത്തെ ടെക്നിക്കായിട്ടുള്ള ഡിസ്കൗണ്ടിങ്, അതിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി നമ്മൾ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുക അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടായി. അപ്പോൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ടു ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഫ്യൂച്ചറിലുള്ള എമൗണ്ടിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഭാവിയിൽ കുറേ വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടിനെ ഇപ്പോഴത്തെ വിലയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഭാവിയിൽ കിട്ടുന്ന പൈസയുടെ ഇപ്പോഴത്തെ വാല്യൂമായിട്ട് നമുക്ക് കറൻറ്റ് എമൗണ്ട് വെച്ച് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പാരിറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ്. ഇപ്പോൾ ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഫോർമുലയും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? സോ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു 1/1 + r⁻n. ക്ലിയർ? ഇതാണ് ഫോർമുല. എമൗണ്ട് ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് / 1 + r⁻n. ഇതൊരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക ഇവിടെയും നമുക്ക് അറിയാൻ പറ്റും n എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ 1, 2, 3 ആണെങ്കിൽ നമുക്ക് അൾജിബ്രിക് ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേയധികം സീരീസ് ഓഫ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സമ്മേഷൻ ഓഫ് അവിടെ എന്ത് ചെയ്യണം? ടി നമ്മൾ ടൈം പീരീഡ് സ്റ്റാർട്ട് 1 up to n വരെ നമ്മൾ എഴുതിയിട്ട് ക്ലിയർ ദാറ്റ് ഈസ് a/1 + r⁻ ക്ലിയർ ടി കൊടുക്കും, അല്ലെങ്കിൽ n എന്ന് കൊടുക്കും. ക്ലിയർ? ഇവിടെ സമ്മേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ സമ്മേഷൻ ഓഫ് a/1 + r⁻t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ദാറ്റ് ഈസ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു a1/1 + r⁻1 പ്ലസ് a2/1 + r⁻2 ഏതുവരെ? പ്ലസ് ഏതുവരെ? അപ് ടു an/1 + r⁻n. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഇതിൻ്റെ എല്ലാത്തിനും സമ്മേഷനാണ്. എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്. അപ്പോൾ ഓരോ വർഷത്തെയും ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ട് ക്ലിയർ അതിനെ നമ്മൾ 1 + r⁻1. ക്ലിയർ? ഇനി ഇതിനെ നൊട്ടേഷനിലേക്ക് നോക്കാം. അത് നിങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടാണ് പറയാവുന്നതാണ്. ക്ലിയർ? സോ എ മീൻസ് ഫ്യൂച്ചർ എമൗണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എഫ് എന്ന് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? ദെൻ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണെന്ന് നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയർ ആണ്. ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. ക്ലിയർ? അപ്പോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു മാർക്കും കൂടെ ഉണ്ട്. എന്താണത്? ദാറ്റ് ഈസ് ബൈ യൂസിങ് ടേബിൾ അപ്പോൾ ടേബിൾ നമ്മൾ ഉപയോഗിക്കുക. എന്ത് ടേബിളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിളാണ് ആദ്യം നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ എന്നാണ് പറയുന്നത്. PVF ടേബിൾ. ക്ലിയർ? ഇതെന്താണ് അതുകൊണ്ട് മീൻസ് എന്നത്? 1 രൂപയ്ക്ക് ക്ലിയർ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിശ്ചിത n വർഷത്തേക്കുള്ള വാല്യൂ ആണ് PVF ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഏതുപോലെ തന്നെയാണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ നേരത്തെ നമ്മൾ എന്ത് പഠിച്ചുകൂടെ? n എവിടെ കൊടുത്തിട്ടുണ്ട്, r അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ റേറ്റ് കൊടുത്തിട്ടുണ്ട് 5%, 10%, അല്ലെങ്കിൽ 15%, 20%, ഇങ്ങനെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. n ക്ലിയർ 1, 2, 3, 4 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 രൂപയ്ക്ക് 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് എത്രയാണ് വാല്യൂ? ക്ലിയർ? 5% നിരക്കിൽ എത്രയാണ് വാല്യൂ? ക്ലിയർ? സോ 5% നിരക്ക് 1 വർഷത്തേക്ക് 10% നിരക്കിൽ 1 രൂപയ്ക്ക് എത്രയാണ് വാല്യൂ? മേ ബി 0.909, 826, ക്ലിയർ 0.753, 751, ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ക്ലിയർ? ഈ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? 1 രൂപ എന്ന് പറയുന്നത് 1 വർഷം അവസാനം 1 വർഷം കഴിയുമ്പോൾ 90 പൈസയായിട്ട് അത് കുറയുന്നു. ക്ലിയർ? 0.909 ആയിട്ട് മാറുന്നു. ക്ലിയർ? 1 റുപ്പിയാണ് അതാണ് കുറഞ്ഞു വരുന്നത്. മണിയുടെ വാല്യൂ എന്ത് ചെയ്യും? ടൈം പീരീഡ് കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ടേബിൾ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇയറാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ ഉപയോഗിച്ച് ചെയ്യും.
ക്ലിയർ. സോ ഇയർ നമ്മൾ എഴുതും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമുക്കത് ചെയ്യാം. 3, 4, 5 അങ്ങനെ എഴുതും അല്ലേ. എമൗണ്ട് നമ്മൾ എഴുതും, ഫ്യൂച്ചർ എമൗണ്ട് നമ്മൾ എഴുതും. ക്ലിയർ. 1000, 2000, 3000. ക്ലിയർ. അങ്ങനെയാണ് നമ്മൾ എമൗണ്ട് എഴുതി വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, PVF പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് അല്ലേ, എത്ര ശതമാനമാണോ അത്ര ശതമാനം എഴുതുന്നു. അതിൻ്റെ ഫാക്ടർ എടുത്ത് എഴുതുന്നു. ക്ലിയർ. 909,826. ക്ലിയർ. അങ്ങനെ നമ്മൾ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, എമൗണ്ട് ഇൻറ്റു PVF. ക്ലിയർ. അപ്പോൾ അത് കിട്ടുന്ന വാല്യൂ നമ്മളവിടെ എഴുതി വയ്ക്കുന്നു. ക്ലിയർ. ഇതെല്ലാം കൂടെ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷനൊക്കെ പഠിച്ചത്. ക്ലിയർ. ഇനി നമുക്കറിയാൻ പറ്റും ചില കേസസിൽ അല്ലേ ഇതിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ. അപ്പോൾ ഒരു എമൗണ്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ടേബിളിൻ്റെ വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ, സോ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു ക്ലിയർ PVF ക്ലിയർ അറ്റ് R% N ഇയർ. ക്ലിയർ. N ഇയറിൽ R%ൻ്റെ PVF എത്രയാണ് നോക്കി അതിന് ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. ക്ലിയർ. ഇങ്ങനെ നമ്മൾ ഫോമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ. അതുപോലെ തന്നെയാണ് ആന്യൂറ്റി എന്ന് പറയുന്നത് അല്ലേ. ആന്യൂറ്റി നമുക്കറിയാൻ പറ്റും. എന്താണ് ആന്യൂറ്റി, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. സീരീസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓർ റിസീവ് that is of equal denomination received or paid clear over a period of time. ഒരു നിശ്ചിത പീരീഡ് വരെ ഒരു നിശ്ചിത തുക വീതം റെഗുലറായിട്ട് സീരീസ് ആയിട്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ ആന്യൂറ്റി എന്ന് പറയും. അപ്പം അങ്ങനെ വരുന്ന ഒരു ആന്യൂറ്റിയുടെ കേസിലാണെങ്കിൽ നമ്മൾ ടേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫോമുല, സോ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ആന്യൂറ്റി ഇൻറ്റു അല്ലെ ആന്യൂറ്റി എമൗണ്ട് ഇൻറ്റു PVAF എന്നാണ് നമ്മൾ പറയുക. പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടറാണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് വേറൊരു ടേബിളാണ് അല്ലേ. ടേബിൾ നമ്പർ 2 എന്ന് നമ്മൾ പറയും. ക്ലിയർ. പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ ടേബിൾ. ഓക്കെ. അപ്പോൾ ഇത് ആന്യൂറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറൊരു ടേബിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ പ്രസൻറ്റ് വാല്യൂയുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ക്ലിയർ. ദെൻ ഇവിടെ നമ്മൾ നോക്കുന്നത് സം ഓഫ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ചെയ്യാറുണ്ട്. ക്ലിയർ. അതുകൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിലും ക്ലിയർ നമ്മുടെ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ ടൈം വാല്യൂ ഓഫ് മണിയെ സംബന്ധിക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തത്. ക്ലിയർ. ഇനി ഫ്യൂച്ചറിൽ വരാവുന്ന മിക്കവാറും കേസസിലും ക്ലിയർ മിക്കവാറും ചാപ്റ്ററിലും നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ. അപ്പോൾ ബിസിനസ് സിറ്റുവേഷൻസിലും ഡെയിലി ബിസിനസ് സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ചില ഐറ്റത്തിനെ കുറിച്ച് മാത്രമാണ് അവിടെ നോക്കണം. നമ്പർ 1, ഫൈൻഡിങ് ഔട്ട് ഓഫ് ദി ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ. ഒരു ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിനെ സഹായിക്കുന്നു. ക്ലിയർ. എന്താണ് ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? നമുക്കറിയാം അല്ലേ, ഏതെങ്കിലും ഒരു കേസിൽ സോ ഇറ്റ് ഈസ് നെസസറി ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ that would be actually received by an investor. Clear. So for example, some of the financial institution issue deep discount bond, zero coupon bond. Clear. ഇവിടെ ഒന്നും എന്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, റേറ്റ് ഓഫ് റിട്ടേൺ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പകരം എന്താണ്, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് DDB അല്ലെങ്കിൽ ZBB അല്ലേ. അതിൻ്റെയൊക്കെ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെയൊക്കെ പ്രത്യേകം എന്താ, ZCBയുടെ ഒക്കെ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ 1000 രൂപയുടെ ഒരു ഡിവഞ്ചർ നമ്മൾ 600 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. ക്ലിയർ. അപ്പോൾ 400 രൂപ ഡിസ്കൗണ്ടാണ്. 400 രൂപ ഡിസ്കൗണ്ട് എല്ലാം ഇഷ്യൂ. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഡിസ്കൗണ്ട് വരുന്നു. ക്ലിയർ. സീറോ കൂപ്പൺ, അവിടെ കൂപ്പൺ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നില്ല. ദെൻ ZCBയും DDBയും തമ്മിലുള്ള വ്യത്യാസം എന്താ, സീറോ കൂപ്പൺ ബോണ്ട് മിക്കവാറും ചെറിയൊരു അതായത് വാല്യൂ ക്ലിയർ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കാതെ കൂപ്പൺ സീറോ ആക്കി വെച്ചുകൊണ്ട്, കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ സീറോ കൂപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സീറോ ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ചിലപ്പോൾ കുറച്ച് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്ന ദാറ്റ് ഈസ് ഫേസ് വാല്യൂവും ഇഷ്യൂ പ്രൈസും തമ്മിൽ ഡിഫറൻസ് ആണ് റിട്ടേൺ ആയിട്ട് എടുക്കുക. സോ റിട്ടേൺ വിൽ ബി ടേക്കൺ ആസ് ദി ഇൻട്രസ്റ്റ് വിൽ ബി ടേക്കൺ ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് വാല്യൂ ക്ലിയർ ദാറ്റ് വിൽ ബി റിഡീം അറ്റ് ദി എൻഡ് ഓഫ് ദി മെച്യൂരിറ്റി പീരീഡ് ആൻഡ് ദി ഇഷ്യൂ പ്രൈസ്. ക്ലിയർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്. ദെൻ ചില കേസിൽ ഇതിലുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 600 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞു അല്ലേ, ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ. ചില സമയത്ത് തിരിച്ചു വരാം. ക്ലിയർ. 600 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് 400 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷേ പീരീഡ് കൂടുതലായിരിക്കും ഇതിൻ്റെ. ക്ലിയർ.
അങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇഷ്യൂ പ്രൈസായിട്ട് വയ്ക്കുകയും വലിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത് ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടിൽ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാറില്ല. ക്ലിയർ. മെച്യൂരിറ്റി പീരീഡിൽ അതിൻ്റെ എമൗണ്ട് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എത്ര ശതമാനം റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടി, എത്രയാണ് ഇതിനുള്ള റേറ്റ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ക്ലിയർ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം വാല്യൂ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നത് ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു ആനുവിറ്റി എമൗണ്ട് ഇൻറ്റു PVAF നമ്മൾ പഠിച്ചതാണ് അല്ലേ. കുറേ ആനുവിറ്റി എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, കുറേ എമൗണ്ട് ഒരു നിശ്ചിത ക്യാഷ് ഫ്ലോസ് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആനുവിറ്റി ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ക്ലിയർ എഗൻസ്റ്റ് RN എന്താ 6% N ഇയർ ക്ലിയർ. 5 വർഷമാണ് 5 വർഷം, 10% 10%, അതിനാണ് 6% N ഇയർ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, PVAF കിട്ടും. അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടും ക്ലിയർ. അപ്പോൾ ഇത് ഒരു ആപ്ലിക്കേഷനാണ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇതാണ് വരുന്നതെങ്കിൽ അല്ലേ, നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഫോർ ദ നമ്പർ ഓഫ് ഇയേഴ്സ് അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്ലിയർ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ റെഫർ ചെയ്ത് നമുക്ക് ടേബിൾ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ. സോ ഒരു എക്സാമ്പിൾ നോക്കാം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ. So Arun invests ₹5,000 and he will raise 1 lakh for the next 8 years. Clear? Arun Andidu, he invests ₹5 lakh and he will receive ₹1 lakh for the next 8 years. Clear? 5 ലക്ഷം രൂപ ഇനീഷ്യലി ഡിപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്ലിയർ 8 വർഷത്തേക്ക് ഓരോരോ ലക്ഷം രൂപ വീതം അയാൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇംപ്ലൈഡ് റേറ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് റേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത് ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം. So we need to identify the implicit rate of interest. അതെങ്ങനെ കണ്ടുപിടിക്കുക. സോ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ഫോമിൽ എന്താ, എമൗണ്ട് ഓഫ് ആനുവിറ്റി ഇൻറ്റു PVAF ആണ് ക്ലിയർ. ആനുവിറ്റി എമൗണ്ടിന് എന്ത് ചെയ്താൽ മതി, PVAF കൊണ്ട് അല്ലേ മൾട്ടിപ്ലൈ ചെയ്തതാണ്. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഫ്യൂച്ചർ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്. ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടോ 1 lakh rupees വെച്ചിട്ട് കിട്ടും, പക്ഷേ ആനുവിറ്റിയാണ്, 8 വർഷത്തേക്കാണ് കിട്ടുക ക്ലിയർ. then PVAF at R rate N%. അങ്ങനെയാണെങ്കിൽ PVAF നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 lakh, ദാറ്റ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ എമൗണ്ട് ക്ലിയർ, ദാറ്റ് ഈസ് 1 lakh. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദെൻ സോ സി ദ പ്രസൻറ്റ് വാല്യൂ ടേബിൾ 2 ഇൻ ദി ടേബിൾ ക്ലിയർ. അവിടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദ വാല്യൂ 5 മേ ബി ഫൗണ്ട് അറ്റ് 12% per annum 8 years ക്ലിയർ. ഒരു ടേബിൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുത്ത ശേഷം ക്ലിയർ ആ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കുക ക്ലിയർ. എവിടെയായിരിക്കുന്നോ വരുന്നത്, നിയറസ്റ്റ് ആയിട്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. സേ ഫോർ എക്സാമ്പിൾ 8ാമത്തെ വർഷത്തിന് നേർക്ക് നമ്മൾ തന്നെ കുറേ റേറ്റ് ട്രൈ ചെയ്യുന്നു ക്ലിയർ. 5, 10, 15 അങ്ങനെയുള്ള റേറ്റിൻ്റെയൊക്കെ വാല്യൂ നോക്കുന്നു ക്ലിയർ. അപ്പോൾ ഇവിടെ 10% അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം 5ൻ്റെ അടുത്ത് 4.98 ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക ക്ലിയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സോ ദാറ്റ് റേറ്റ് 10% ഈസ് ദി ക്ലിയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. നമ്പർ 1, കാൽക്കുലേറ്റ് ദി എസ്റ്റിമേറ്റഡ് PVAF. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു എസ്റ്റിമേറ്റഡ് PVAF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിയർ. ഈ 5 കിട്ടാൻ വേണ്ടി നമ്മളൊരു എസ്റ്റിമേറ്റഡ് PVAF കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആനുവിറ്റി എമൗണ്ട് അല്ലേ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ. സോ ദിസ് ഈസ് ആനുവിറ്റി എമൗണ്ട്, ദിസ് ഈസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവിറ്റി എമൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് PV ഫാക്ടർ കിട്ടും ക്ലിയർ. ദെൻ അടുത്തതായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ദ വാല്യൂ നിയർ ടു ഓർ എസ്റ്റിമേറ്റഡ് PV ഫാക്ടർ ഇൻ ദി ടേബിൾ അഗൻസ്റ്റ് ദി നമ്പർ ഓഫ് ഇയർ ക്ലിയർ. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എസ്റ്റിമേറ്റഡ് PV ഫാക്ടറിന് നിയറസ്റ്റ് ആയിട്ട് വരുന്നൊരു വാല്യൂ ക്ലിയർ. nth ഇയറിൽ ഏത് റേറ്റിലാണ് വരിക നോക്കുക ക്ലിയർ. 1%, 2%, 3%, 4%, 5% അങ്ങനെ നോക്കും ക്ലിയർ. അപ്പോൾ ഏതോ ഒരു വർഷത്തിൽ വരുന്ന സമയത്ത് ക്ലിയർ, ആ വർഷത്തിൽ വരുമ്പോൾ ഏതോ ഒരു പെർസെൻറ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അതിൻ്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിലോ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂയിലേക്ക് വരും ക്ലിയർ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ
10% നേർക്കാണ് അത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 10% ആണ് എന്ത് ചെയ്യുന്നത്, വിൽ ബി ടേക്കൺ ഫോർ ക്ലിയർ വോട്ട്സ്, ദാറ്റ് ഈസ് വിൽ ബി ടേക്കൺ ഫോർ ദി കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ക്ലിയർ? അപ്പോൾ ഈ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സോ കാൽക്കുലേറ്റ് ദി എസ്റ്റിമേറ്റഡ് PVAF, that is amount divided by annuity amount. Clear? Then check the value nearest to the estimated PVAF in the as against the number of year നോക്കിയിട്ട് അതിന് നേർക്ക് എസ്റ്റിമേറ്റഡ് PV ഫാക്ടർ വരുന്ന, ക്ലിയർ, നിയറസ്റ്റ് ആയിട്ട് വരുന്നൊരു വാല്യൂ എവിടെയാണെന്ന് നോക്കുക. ദെൻ അസ്യൂം ദ റേറ്റ് അറ്റ് വിച്ച് estimated PVAF is close clear against the will be called as implicit interest. Clear? അപ്പോൾ ഏത് റേറ്റിൻ്റെ അടുത്ത് വരുമ്പോഴാണോ, ക്ലിയർ, നമ്മൾ എസ്റ്റിമേറ്റഡ് PV ഫാക്ടർ നിയറസ്റ്റ് ആയിട്ട് വരുന്നത്, അതിന് നേർക്കുള്ള ശതമാനം എന്താണെന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ആ പെർസെൻറ്റേജാണ് എന്തായിട്ട് എടുക്കുന്നത്, ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? സോ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഇംപ്ലിസിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി? അത് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റഡ് PVAF കണ്ടുപിടിക്കുക. ക്ലിയർ? ആന്യൂറ്റി ആയതുകൊണ്ട് PVAF കണ്ടുപിടിക്കുന്നു. രണ്ടാമത് എന്ത് ചെയ്യണം, ഈ PVAF നമുക്കൊരു ബേസാണ്, ക്ലിയർ, ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കുന്നു. ക്ലിയർ? നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുത്ത് നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, വാല്യൂ അല്ലേ നിയറസ്റ്റ് ടു ക്ലോസ് ടു, ഓക്കെ, ഇതിൽ വരുന്നത് nth നമ്പറിൽ എവിടെയാണെന്ന് നോക്കുന്നു. ക്ലിയർ? അപ്പോൾ nth നമ്പർ നമുക്ക് തന്നിരിക്കുന്ന n നമ്പർ ഓഫ് ഇയേഴ്സിൽ വാല്യൂ വിച്ച് ഈസ് ക്ലോസ് ടു ദ കാൽക്കുലേറ്റഡ് വാല്യൂ എവിടെയാണെന്ന് നോക്കണം. ക്ലിയർ? ആ കാൽക്കുലേറ്റഡ് വാല്യൂവിൻ്റെ, ക്ലിയർ, ക്ലോസ് ആയിട്ട് വരുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ തൊട്ട് മുകളിൽ, ക്ലിയർ, മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം, ഇൻട്രസ്റ്റ് റേറ്റ് കാണാം, 6% കാണാം. അപ്പോൾ ആ 6% ആണ് ഇംപ്ലിസിറ്റ് റേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം അല്ലേ. ഇവിടെ അത് കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കേസിൽ എന്തായിരിക്കും വരിക, 5 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ സി PV ടേബിൾ number 2, table 2 shows that, clear, it may be found that 12% for 8-year period. ക്ലിയർ? 12% ഈ 8ാമത്തെ വർഷത്തിൻ്റെ നേർക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക. ക്ലിയർ? ഇവിടെ 8 years എന്നാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് 8ാമത്തെ വർഷത്തിൻ്റെ നേർക്ക് അല്ലേ 8 yearsൻ്റെ നേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂവിനെ നോക്കുന്നു. അപ്പോൾ 5 നിയറസ്റ്റ് ആയിട്ട് വരുന്നത് 12%ലാണ് 5 വരുന്നത്. അപ്പോൾ 12% ഇവിടെ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ഫൈൻഡിങ് ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് പീരീഡ്സ്. നമ്പർ ഓഫ് പീരീഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്ലിയർ? So we can find out the time over which certain amount will grow at a given rate of interest to a certain value. Then in this case the value of n is to be ascertained. Clear? So this can be found out by the following formula. Clear? PVF, that is FV, future value equal to PV into 1 plus R raised to N. ക്ലിയർ? നോർമലി ഉള്ള ഒരു ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു അല്ലേ 1 plus R raised to N, ഇതാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഫോർമുല. ക്ലിയർ? സോ ഇൻവെസ്റ്റർ ഡിപ്പോസിറ്റ് പ്രോബ്ലം നോക്കാം, വേറൊരു കാര്യം. ക്ലിയർ? സോ an investor deposits 50,000 and expects to receive ₹75,000. Okay, so the deposit pays 10% interest compounded annually. Clear? That how many years should be taken to deposit to arrive at the ₹75? ഇങ്ങനെ ഒരു ഡിസൈഡ് എമൗണ്ട് നമുക്ക് തന്നിട്ട് അതാവാൻ എത്ര സമയം വേണം എന്ന് നമ്മളത് ചോദിച്ചു നോക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്ലിയർ? അപ്പോൾ മെച്യൂരിറ്റീസ് പീരീഡിലുള്ള എമൗണ്ട് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നമ്മൾ ആദ്യം ഫ്യൂച്ചർ വാല്യൂ എടുക്കുക. ക്ലിയർ? സോ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1 plus R raised to N ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതെടുത്തു. ദെൻ നെക്സ്റ്റ് ഈസ്
സോ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, പി വി ഇൻറ്റു 1+r/n എന്നായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്, 75,000 രൂപയാണ് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 50,000 രൂപ. ക്ലിയർ. ദെൻ 1+r, r എന്ന് പറയുന്നത് എത്രയാണ്, 10% നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലിയർ. അങ്ങനെയല്ലേ തന്നിരിക്കണം ഇവിടെ അല്ലേ, ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. ക്ലിയർ. X is ₹75. So sorry, here it is given deposit pays rupees, that is 10%. അപ്പോൾ 10% rate of interest. Clear. So 1 into 0.1 Clear. ഇവിടെ n എത്രയാണ് അപ്പം, സോ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, ഹൗ മെനി ഇയേഴ്സ് ഇഷ്യൂ അല്ലേ, ഇവിടെ ഇയർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ n നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് ദി നമ്പർ ഓഫ് പീരീഡ്സ്. നമ്പർ ഓഫ് പീരീഡ്സ് തരാത്തൊരു കേസിൽ നമ്മളെങ്ങനെ നമ്പർ ഓഫ് പീരീഡ്സ് എങ്ങനെ കണ്ടെത്തും. ക്ലിയർ. സോ വി ഫൗണ്ട് or the time which a certain amount will grow at a given rate of interest. Clear. To a certain value അല്ലേ. നമുക്കറിയാൻ പറ്റും ഒരു നിശ്ചിത എമൗണ്ട് ഇപ്പോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലേ, ഒരു നിശ്ചിത പീരീഡ് കൊണ്ട് ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, വർദ്ധിച്ചൊരു നിശ്ചിത എമൗണ്ട് ആയിട്ട് മാറും അല്ലേ. അങ്ങനെ ആണെങ്കിൽ ഇൻ ദിസ് കേസ് ദ വാല്യൂ ഓഫ് n ഈസ് ടു ബി അസർട്ടൈൻ. അപ്പോൾ നമുക്കിവിടെ n ആണ് തരാത്തത്, എത്ര വർഷമൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ക്ലിയർ. അങ്ങനെ തരാത്തൊരു കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആൻഡ് ഇൻവെസ്റ്റഡ് ഡിപ്പോസിറ്റ് ₹50,000 ആൻഡ് എക്സ്പെക്ട്സ് ടു റിസീവ് ₹75,000. 50,000 നിക്ഷേപിച്ച് 75,000 രൂപയായിട്ടത് മാറും. സോ ഡിപ്പോസിറ്റ് പേസ് 10% ഓഫ് ഇൻട്രസ്റ്റ് compounded yearly. Okay, then you may that is how many years should the amount of deposits to arrive at. Clear. ഇങ്ങനെ 75,000 രൂപ ആവുന്നതിന് വേണ്ടി എത്ര പീരീഡ് അല്ലേ, എത്ര വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോമുല ജസ്റ്റ് നമ്മൾ സാധാരണ ഫോമുല ചെയ്ത ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r/n. ഇതാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാൻ പറ്റും ഫ്യൂച്ചർ വാല്യൂ ഇവിടെ 75,000 രൂപയായിട്ടാണ് മാറുന്നത്. 50,000 ഇൻറ്റു 1+r എന്ന് പറയുന്ന എത്രയാണ് അവിടെ 0.1 അല്ലെങ്കിൽ 10%. ക്ലിയർ. n നമുക്ക് തന്നിട്ടില്ല. ഓക്കെ. സോ 1+0.1 1.1/n എന്നുള്ളതായിട്ട് മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക 75,000 ഡിവൈഡഡ് ബൈ 50,000 നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും, 1 ക്ലിയർ പ്ലസ് 0.1/n നമുക്ക് കിട്ടും. ക്ലിയർ. ദെൻ അങ്ങനെയാണെങ്കിൽ 1.75 ഡിവൈഡഡ് ബൈ 50,000 എന്ന് പറയുന്നത് 1.5 ആണ്. സോ 1.5 ഈസ് ഈക്വൽ ടു 1.1, ദാറ്റ് ഈസ് 1 + 0.1/n. ഓക്കെ. ദെൻ അങ്ങനെയാണ് നമുക്കറിയാം ഇവിടെ n ആണ് കിട്ടാത്തത് അല്ലേ. ഇവിടെ നമുക്കൊരു വാല്യൂ, ഒരു ഇൻഡെക്സ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1.5 എന്ന് പറയുന്നൊരു വാല്യൂ ക്ലിയർ 10% നിരക്കിൽ റേറ്റിൻ്റെ 10% താഴെ വന്ന് നോക്കുക. ക്ലിയർ. ആ താഴത്തെ ക്ലിയർ 1.5 എവിടെയാണ് വരുന്നത് നോക്കുക. ക്ലിയർ. അങ്ങനെ 1.5 എവിടെ വരുന്നോ ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഇയറിനെയാണ് എന്ത് പറയുന്നത്, n ആയിട്ട് പറയുന്നത്. ക്ലിയർ. സോ n നമ്പർ ഓഫ് പീരീഡ് റിക്വയർഡ് ടു ബിക്കം എൻ എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് ആവാൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലിയർ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ് ഫൈൻഡ് ഔട്ട് എസ്റ്റിമേറ്റഡ് കോമ്പൗണ്ട് ഫാക്ടർ. ഒരു എസ്റ്റിമേറ്റഡ് കോമ്പൗണ്ട് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 1.5 എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റഡ് കോമ്പൗണ്ട് ഫാക്ടർ. ക്ലിയർ. ദെൻ ലുക്ക് ഫോർ എ വാല്യൂ which is close to the estimated compound factor at 10% interest. 10% നിരക്കിൽ വരുന്ന ക്ലിയർ അതിന് താഴെ ഓക്കെ ഈ വാല്യൂ വരുന്ന എസ്റ്റിമേറ്റഡ് CF ആയിട്ടുള്ള വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കുന്നു. ക്ലിയർ. അസ്യൂം ദ നമ്പർ ഓഫ് ഇയേഴ്സ് കറസ്പോണ്ടിങ് ടു ക്ലിയർ ദി സെറ്റ് പീരീഡ് ദാറ്റ് ഈസ് will be called as the period required. Clear. So assume that the number of years as the period clear required for getting the amount. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടിനെ അല്ലേ ആ ഏത് വർഷമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിനെ 1 ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇയർ ആയിട്ട് പറയാം. സേ ഫോർ എക്സാമ്പിൾ അതിനോട് താഴെ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ. നമുക്ക് നോക്കാം.
സോ അതുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ടേബിളാണ് അല്ലേ, ടേബിൾ നമ്പർ 3 ആണ്. ചിലപ്പോൾ 1.5 എക്സാക്റ്റ് ആയിട്ട് കിട്ടില്ല, 1.489 അല്ലെങ്കിൽ 1.521 ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 1.5 എന്ന് പറയുന്ന ഒരു വാല്യൂ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് 1.611 അടുത്താണ്. അതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? എഗൻസ്റ്റ് 5 ഇയർ, 5 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷത്തെയാണ് നമ്മൾ പീരീഡ് റിക്വയർഡ് ടു ബിക്കം ₹75,000 എന്നുള്ളത് നമുക്ക് പറയാം. ക്ലിയർ? ഇനി വേറൊരു അപ്ലിക്കേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ അവിടെ പറയുന്നില്ല അല്ലേ, കോമ്പൗണ്ട് വാല്യൂ, ദാറ്റ് ഈസ് ഡബ്ലിംഗ് പീരീഡ്. ക്ലിയർ? അപ്പോൾ പലപ്പോഴും ഡബ്ലിംഗ് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 മാർക്കുണ്ട് അല്ലേ, റൂൾ 72, റൂൾ 63. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സോ നെക്സ്റ്റ് തേർഡ് അപ്ലിക്കേഷൻ ഈസ് സിങ്കിങ് ഫണ്ട്. നമുക്കറിയാം ഒരു ലയബിലിറ്റിയെ സിങ്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ സിങ്കിങ് ഫണ്ട് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പകരം എന്ത് ചെയ്യും, നമ്മളതിനെ ഔട്ട്സൈഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ? ഔട്ട്സൈഡ് സെക്യൂരിറ്റി, ഷെയർ, ഡിബഞ്ചർ അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിപ്പോസിറ്റ് ഒക്കെ ആയിട്ട് പുറമെ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലിയർ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സിങ്കിങ് ഫണ്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്തിനു ചെയ്യാൻ പറ്റും, ടൈം വാല്യൂ കോൺസെപ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. So sometimes sinking fund is created to replace an asset or clear repayment of a liability at the end of the specified period. So for example, rupees 1 lakh clear is required at the end of the 5th year. Okay, from now to repay debenture. Okay, then in such a situation every year 20,000 will be required to be in the sinking fund so as to get rupees 1 lakh at the end of the 5 year. 5 വർഷം കൊണ്ട് 5ാമത്തെ വർഷം 1 ലക്ഷം രൂപ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും എത്ര വീതം നിക്ഷേപിച്ചതാണ് 5 വർഷം കഴിയുന്ന സമയത്ത് നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എമൗണ്ട് ഈ സിങ്കിങ് ഫണ്ടിൻ്റെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ ജനറലി ദി എമൗണ്ട് ട്രാൻസ്ഫർ ടു സിങ്കിങ് ഫണ്ട് ഈച്ച് ഇയർ വുഡ് ബി റിസീവ്ഡ് ഔട്ട്സൈഡ് സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാധാരണ സിങ്കിങ് ഫണ്ട് പുറമേ നിക്ഷേപിക്കുന്ന ഫണ്ടാണ്, അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പീരിയോഡിക്കലായിട്ട് പുറമേക്ക് ആയിരിക്കും നിക്ഷേപിക്കുക. ഹെൻസ് ദി എമൗണ്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ 20,000 enables to be transferred to the sinking fund. So the amount set aside for each year invested outside along with the interest would become exactly equal to the amount of our obligation. Clear? അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട തുകയായിട്ടുള്ള 5 lakh റുപ്പീ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 lakh റുപ്പീ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നിശ്ചിത പീരീഡിലേക്ക് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്കിങ് ഫണ്ടിലേക്ക് നമ്മൾ ഓരോ വർഷം നൽകുന്ന കോൺട്രിബ്യൂഷനും അതുവരെ അക്രൂ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കേണ്ട ഒരു ഓബ്ലിഗേഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, എ മെഷീൻ കോസ്റ്റ് rupees 1,28,000 at its efforts till at its life is estimated at 112 years. So if the scrap value is rupees 8,000, what would remain out of profit and profit at the end of the year on account of compounded interest at 6% annum. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 6%. ക്ലിയർ? എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇനി 12 years പീരീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആൾസോ ഗിവൺ. ക്ലിയർ? ദെൻ ഒരു ന്യൂ മെഷീൻ വാങ്ങിക്കണോ വേണ്ടേ, ഇതാണ് നമ്മളടുത്ത് ചോദ്യം. ക്ലിയർ? വെദർ ടു പർച്ചേസ് എ ന്യൂ മെഷീൻ ഓർ നോട്ട്. 12 വർഷം കഴിഞ്ഞ ശേഷം ക്ലിയർ ന്യൂ മെഷീൻ വാങ്ങിക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ കോസ്റ്റ് ഓഫ് മെഷീൻ ക്ലിയർ 1,28,000 മൈനസ് 8,000. 8,000 സ്ക്രാപ്പ് വാല്യൂ ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ കിട്ടി 1,20,000 കിട്ടി. Now present value, that is now the future value, that is annuity amount into CVAF at R% nth year. Clear? അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ
എന്ത് ചെയ്യുന്നു, എമൗണ്ട് ആന്യൂറ്റി എമൗണ്ട് എഴുതി കോവിഡ് അല്ലേ, ദറ്റ് ഈസ് കോമ്പൗണ്ട് ആന്യൂറ്റി ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ കൊണ്ട് ACF വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ കുമുലേറ്റീവ് വാല്യൂ ഓഫ് ദി എമൗണ്ട് ഫാക്ടർ അറ്റ് 6% ഫോർ 12 years. ക്ലിയർ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ആസ് പെർ ടേബിൾ ഈസ് ഈക്വൽ ടു 16.870. ക്ലിയർ? 16.870 അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സോ ആന്യൂറ്റി എമൗണ്ട് ഇൻറ്റു ആ വാല്യൂ ചെയ്ത് നോക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 20,000 ഇൻറ്റു അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 16,800 അല്ലേ. ഇതെല്ലാം ചെയ്ത് 1,20,000 ഡിവൈഡ് ബൈ 687 ചെയ്യുന്ന സമയത്ത് we will get 1,20,000 is the value, future value. Clear? Then 16.87 is the cumulative, that is cumulative value accounts factor. That is cumulative value എന്ന് കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ട് വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോമ്പൗണ്ട് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ അറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട്. ക്ലിയർ? ഫോർ 12 years period rate of interest is 16.870. അപ്പോൾ അതാണ് 16.870. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടിയ എത്ര കിട്ടി, 7113 ആണ് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക്. സോ 7113 ഷുഡ് ബി റിമെയിൻ ആനുവലി ഫോർ 12 years at 6%. This will accumulate rupees 1,20,000. ക്ലിയർ? അപ്പോൾ ഓരോ വർഷവും 7,113 വീതം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ക്ലിയർ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, നമ്മൾ ലാസ്റ്റ് ഇയറിൽ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് മുഴുവൻ തുകയും അസറ്റ്സ് റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും നമുക്ക് ലഭ്യമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്പ് നമ്പർ 1 നോക്കുക. ഫൈൻഡ് ഔട്ട് ദി നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആവും. ടേക്ക് ACF വാല്യൂ, ആന്യൂറ്റി കോമ്പൗണ്ട് ഫാക്ടർ വാല്യൂ എടുക്കുക അഗൻസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇൻട്രസ്റ്റിൻ്റെ ശതമാനം എത്രയാണെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ ഫോർ ദി ടൈം പീരീഡ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്, 12%, 6%, 12 yearsഉം 6%. ഓക്കെ. Then find out the annuity amount, that is net amount divided by annuity compound factor. Clear? Well, net amount ne ACF value കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇയർ എത്രയാണെന്ന് കിട്ടും. ഓക്കെ. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്. നമ്പർ 4, amortization of loan recovery. So the concept of time value is to find out the annual amount of installments that a person is required to redeem his amount of loan with interest. Okay. The installment amount could be found out by the following formula. Clear? അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ക്ലിയർ, ലോൺ റിക്കവറി കേസസിൽ എത്ര രൂപ വെച്ച് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ വരാവുന്ന സാധ്യത ഉണ്ട് അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ലോൺ എടുത്തു അതിന് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം, ഓരോ മാസം എത്ര വീതം അടയ്ക്കണം, അത് അറിയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം. സോ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ആന്യൂറ്റി എമൗണ്ട് ഇൻറ്റു PVF. ഇതാണ് നമ്മുടെ ഫോമുല എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു മാസത്തിൽ കൊടുക്കുന്ന ആന്യൂറ്റി എമൗണ്ട് എടുക്കുക, അതിനെ PVF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ദെൻ ഇവിടുത്തെ നൊട്ടേഷൻ നോക്കൂ. PVF എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് കമ്പാർട്ട്മെൻ്റൽ മെഷീൻ തന്നെയാണ്. ദാറ്റ് ഈസ് therefore present value annuity factor into PVF is the formula. Okay, so annuity factor, present value annuity factor ആണ് എടുക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ടേബിൾ നമ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏത് ടേബിളായിരിക്കും വരിക? ടേബിൾ നമ്പർ 2 ആയിട്ട് വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ടേബിൾ നമ്പർ 2 ആയിട്ട് വരും. ടേബിൾ നമ്പർ 1 ഈസ് ഫോർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ PVF. ഓക്കെ. അത് 1 രൂപയുടെ വാല്യൂവിന് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ നിശ്ചിത
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വരുന്ന മാറ്റത്തെ കുറിക്കുന്നതാണ്. ക്ലിയർ? പക്ഷേ 1 രൂപ വീതം തുടർച്ചയായി കുറേ വർഷങ്ങളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്, ക്ലിയർ, ഓരോ വർഷം കഴിയുമ്പോഴും വരുന്ന വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരാവുന്ന കേസസിൽ കറണ്ട് ഫണ്ടാണ്, ഫ്യൂച്ചറിൽ കിട്ടുന്ന പൈസയെ നമ്മൾ കറണ്ട് ഫണ്ടാക്കി മാറ്റും. അതുകൊണ്ടാണ് ഇവിടെ പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആന്വിറ്റി എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആന്വിറ്റി എമൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാം, ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ട പൈസ. ക്ലിയർ? സോ ദിസ് ഇസ് ദ ആന്വിറ്റി എമൗണ്ട് വിച്ച് നീഡ്സ് ടു ബി പെയ്ഡ് ടു ദി ബാങ്ക്. ക്ലിയർ? എവറി മന്ത് അല്ലെങ്കിൽ എവറി ഇയർ. അപ്പോൾ അങ്ങനെയാണ് ഇതെങ്ങനെ കണ്ടുപിടിക്കും? പ്രസൻറ്റ് വാല്യൂ, ക്ലിയർ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട പൈസ ഡിവൈഡഡ് ബൈ PVAF. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്, ആനുവൽ ലോണിൻ്റെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫേം ബോറോസ് ₹5 lakh ടു ബി റീപെയ്ഡ് ആഫ്റ്റർ 5 years. 5 വർഷം കഴിഞ്ഞിട്ട് റീപേ ചെയ്യുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ നമ്മൾ എടുത്തു. 12% ഇൻട്രസ്റ്റ്. ഫൈൻഡ് ഔട്ട് ദി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. 5 ലക്ഷം 5 വർഷം. ക്ലിയർ? 12% ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദി PVAF. അല്ലേ? നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം എന്ത് ചെയ്യണം? PVAF 6% നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ? N പീരീഡിലേക്ക്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ആന്വിറ്റി എമൗണ്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ലോൺ എമൗണ്ട് ഡിവൈഡഡ് ബൈ PVAF ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രസൻറ്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ 4, അല്ലേ, 5 years at 12% കണ്ടുപിടിക്കുമ്പോൾ ടേബിൾ നമ്പർ 2 നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3.605 ആണ് കിട്ടുന്നത്. ക്ലിയർ? സോ അറ്റ് 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 5 years, ക്ലിയർ, ദ വാല്യൂ ഈസ് 3.605. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലേ, നമുക്കറിയാം ആന്വിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ആന്വിറ്റി എമൗണ്ട് ഈക്വൽ ടു ലോൺ എമൗണ്ട്, ദാറ്റ് ഈസ് 5 lakh ഡിവൈഡഡ് ബൈ PVAF 3.605, that is equal to 1,38,696. ഇതാണ് ഓരോ വർഷവും നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ 5 വർഷം ഇത് അടയ്ക്കുന്ന സമയത്ത് 5 lakh rupees ലോൺ ക്ലോസ് ആവും. ഇങ്ങനെയാണ് ലോൺ റിക്കവറി കേസസിൽ, ക്യാപിറ്റൽ റിക്കവറി കേസസിൽ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത്, അമോർട്ടൈസേഷൻ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ അപ്ലിക്കേഷൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ഡെഫേർഡ് പേയ്മെൻറ്റ്. ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. ക്ലിയർ? സോ വാട്ട് ഈസ് ഡെഫേർഡ് പേയ്മെൻറ്റ്? സോ ഒരു ലോണ്, സാധാരണ എഡ്യൂക്കേഷൻ ലോണൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡ് വരെ നമ്മൾ അടയ്ക്കേണ്ട, അതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? തുടർന്ന് അടയ്ക്കണം. ക്ലിയർ? ഇങ്ങനെ അടയ്ക്കാതിരുന്ന പീരീഡിലുള്ള ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ, അടയ്ക്കാൻ വേണം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ഒരാൾ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. 10 വർഷത്തേക്കുള്ളൊരു ലോണാണ്. ക്ലിയർ? അതിൽ ആദ്യത്തെ 4 വർഷം അടയ്ക്കണ്ട. ക്ലിയർ? 5ാമത്തെ വർഷം മുതൽ എന്ത് ചെയ്യണം? നമ്മൾ അടയ്ക്കണം. അപ്പോൾ ബാക്കിയുള്ള 6 വർഷം അടയ്ക്കണം. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്തായിട്ട് മാറും? 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. 10 വർഷമാണ്, ആദ്യത്തെ 4 വർഷം നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സേ ഫോർ എക്സാമ്പിൾ 1 lakh rupees ലോണാണ് എടുത്തതെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് ആദ്യത്തെ 4 വർഷത്തേക്കുള്ള പലിശ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പലിശ ഈ 1 lakhനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ടോട്ടൽ എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ളത്. ക്ലിയർ? ഈ കൊടുക്കേണ്ട എമൗണ്ടിനെ എന്ത് ചെയ്യണം? 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മൾ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്ലിയർ? സോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ മിസ്റ്റർ അജിത് ടേക്സ് എ ലോൺ ഓഫ് ₹4 lakh at 10% interest. He has to repay the loan which begins five years from now. Clear? What would be the annual payment if the amount of the loan together with interest to be repaid in 6 annual installment? Clear? അപ്പോൾ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇത് അടയ്ക്കണമെങ്കിൽ 4 ലക്ഷം രൂപ എടുക്കുക, ഈ ലോൺ എടുത്തു. ക്ലിയർ? ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ട? കുറച്ച് വർഷം, 4 വർഷം വരെ അടയ്ക്കേണ്ട. 5ാമത്തെ വർഷം മുതൽ എന്ത് ചെയ്യണം? വി നീഡ് ടു റീപേ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആ കേസസ് നമ്മൾ എങ്ങനെയാണ് അത് അടയ്ക്കുക. ക്ലിയർ?
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ അപ് ടു ദി എൻഡ് ഓഫ് ദി 4th ഇയർ. ഈ 4th ഇയറിൻ്റെ അവസാനം വരെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടാത്തത്. അതുകൊണ്ട് 4th ഇയറിൻ്റെ അവസാനം വരെയുള്ള എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ശതമാനത്തിന്? 10% പലിശ. അപ്പോൾ 10% പലിശ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 ലക്ഷം രൂപയാണ് കറണ്ട് എമൗണ്ട്. സോ ദിസ് ഈസ് പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ? 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് എത്രയായിട്ട് മാറും? ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? ഫ്യൂച്ചർ എമൗണ്ട് കണ്ടുപിടിക്കണം, കോമ്പൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ എമൗണ്ട് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r/n. ക്ലിയർ? അപ്പോൾ ഈ ഫോർമുല വൈസ് ചെയ്യുകയാണെങ്കിൽ 4 lakh ഇൻറ്റു 1 + 0.1/4. ഓക്കെ, so that is equal to 5,85,640. So this is the value which needs to be repaid at the end of the 4th year. 4 വർഷം കഴിയുമ്പോൾ ഇത്രയും എമൗണ്ട് അടയ്ക്കാനുണ്ടാവും. ഇനി 5ാമത്തെ വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യണം? റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ? സോ നൗ 5,85,640 is the present value of annuity for 6-year പീരീഡ്. 6 വർഷത്തേക്കുള്ള 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലേ. എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കുക? ആദ്യം ഒരു PVAF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? PVAF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 6 വർഷത്തേക്ക് 10% നിരക്ക് നമ്മൾ കണ്ടുപിടിക്കണം. 6 വർഷത്തേക്ക് 10% നിരക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ എത്ര കിട്ടും? 4.355 ആണ് കിട്ടുക. ക്ലിയർ? ആനുറ്റി എമൗണ്ട് എത്രയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദെർഫോർ ആനുറ്റി എമൗണ്ട് ഈക്വൽ ടു ക്ലിയർ എമൗണ്ട് ഓഫ് ലോൺ ഡ്യൂ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ. ക്ലിയർ? എമൗണ്ട് ഓഫ് ലോണിന് നമ്മൾ എന്ത് ചെയ്യുക? ഡ്യൂ എമൗണ്ടിന് എന്ത് ചെയ്താൽ മതി? PVAF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1,34,475 കിട്ടും. ക്ലിയർ? ഇപ്പോൾ ഈ എമൗണ്ട് വീതമാണ് ഓരോ വർഷവും അടയ്ക്കുന്നത്. അപ്പോൾ 6 വർഷം അടയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത ലോണ് എന്തായിട്ട് മാറും? റീപെയ്ഡ് ആയിട്ട് മാറും, സെറ്റിൽഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ചില കേസസിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ക്ലിയർ? ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ആയിക്കോട്ടെ, കോമ്പൗണ്ട് വാല്യൂ ആയിക്കോട്ടെ, ടൈം വാല്യൂയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ, ബിസിനസ്സിൻ്റെ ഡെയിലി ലൈഫിൽ അല്ലേ കുറേയധികം കാര്യങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളും അല്ലേ കൊമേഴ്സിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഒരു പക്ഷേ ഡിഗ്രി എല്ലാം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ, അല്ലെങ്കിൽ ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റേറ്റ് ഇംപ്ലൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇതിനെ ടൈം വാല്യൂ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരാൾ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു നിശ്ചിത പലിശയാണ് കിട്ടുന്നതെങ്കിൽ എത്ര വർഷം കൊണ്ട് അത് ഡബിൾ ചെയ്യും അല്ലേ. ഇപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? റൂൾ 72 റൂൾ 63 അല്ലേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ടൈം വാല്യൂ ഓഫ് കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലിയർ? സോ ദാറ്റ് ഈസ് അവിടെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ. സോ മിസ് ആഷ took a loan of rupees 2 lakh at the rate of 8% per annum. In how many years can she repay the loan if she planned to pay rupees 40,000 at the end of each year? ക്ലിയർ? 2 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു, 8% പലിശ, 40,000 രൂപ വീതം ഓരോ വർഷവും അടയ്ക്കുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് അടച്ചു കഴിയും? ക്ലിയർ? അതാണ്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? വെറുതെ സിംപ്ലി അല്ലേ 40,000 2 ലക്ഷം രൂപ 40,000 ചെയ്തിട്ട് അത് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഓരോ വർഷം ഒന്നും കൊടുക്കണം, പലിശയും കൂടെ കൊടുക്കണം. അപ്പോൾ പലിശയും ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് എത്ര വർഷം കൊണ്ട് ഇത് റീപേ ചെയ്ത് കഴിയും എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം വാല്യൂയുടെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ക്ലിയർ? നമുക്കറിയാൻ പറ്റും ഇതെന്താണ്? 2 lakh rupees ലോണാണ്, ഇത് പ്രസൻറ്റ് വാല്യൂ എമൗണ്ട് ആണ്. ക്ലിയർ? അല്ലേ? 40,000 എന്താ? ആന്യൂറ്റി എമൗണ്ട് ആണ്, ഫ്യൂച്ചർ വാല്യൂ, ഫ്യൂച്ചറിൽ കിട്ടുന്ന ആന്യൂറ്റിയാണ്. അപ്പോൾ അത് ആന്യൂറ്റി എമൗണ്ട് ആണ് ഇൻറ്റു. ക്ലിയർ? ദെൻ നമുക്ക് 8%ലാണ് ഇൻട്രസ്റ്റ് അല്ലേ. ആന്യൂറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ഫാക്ടർ എടുക്കാം? PVAF, പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ ആയിട്ട് 8%. ക്ലിയർ?
എത്ര വർഷമാണ് നമുക്കറിയില്ല, എൻ എത്രയാണെന്ന് അറിയില്ല. ക്ലിയർ. അപ്പോൾ എൻ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സോ പ്രസൻറ്റ് വാല്യൂ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ. സോ ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 5,000 ആണ് കിട്ടുന്നത്. That is 5.00, not 5,000, it is 5.00. So this is estimated PVAF. Clear? ഈ എസ്റ്റിമേറ്റഡ് PVAF നമ്മൾ ടേബിളിൽ നോക്കുന്നു. ഏതിൽ നോക്കുന്നു? 8% നിരക്കിൽ. ക്ലിയർ. താഴെ നോക്കിയിട്ട് ഒരു വാല്യൂ 5.00 വരുന്ന വാല്യൂ എവിടെയാണ് നോക്കുന്നത്. 5 എക്സാക്റ്റ് ആയിട്ട് വരില്ല, ചിലപ്പോൾ അതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടേബിളിൽ 5.206 ആണ് നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. അത് 7th ഇയറിലാണ് വരുന്നത്. അപ്പോൾ ആ 7th ഇയറിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 7ാമത്തെ വർഷത്തെ എന്താ എടുക്കുന്നു? പീരീഡായിട്ട്. അപ്പോൾ 7 വർഷം വരെ 40,000 വെച്ച് അടച്ചാലാണ് 7 വർഷം കൊണ്ട് ഈ 2 ലക്ഷം രൂപയുടെ ലോൺ എന്ത് ചെയ്യാൻ പറ്റുക? മുഴുവനായിട്ട് റീപേ ചെയ്ത് കഴിയാൻ പറ്റുക. ഇങ്ങനെ നമുക്ക് പീരീഡിനെ ബേസ് ചെയ്തിട്ട് പീരീഡ് അസർട്ടൈൻ ചെയ്യാം. ലോണിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. എടുത്ത് സോൾവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകുകയോ ചെയ്യാം. ക്ലിയർ. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.